ഹായ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മറ്റൊരു എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ആ എക്സ്പീരിയൻസ് മറ്റൊന്നും തന്നെയല്ല, തമ്പനയിലിൽ പറയുന്നത് പോലെ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു. ആ പ്രൊഡക്റ്റ് നമുക്ക് ആയിട്ടുള്ളത് ഫൈനാൻഷ്യൽ പ്രൊഡക്റ്റ്, ക്യാഷ് പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിനോടൊപ്പം തന്നെ നമുക്ക് 1000 രൂപ ക്യാഷ് ബാക്ക് ഉണ്ട്. ആ ക്യാഷ് ബാക്ക് കൂടാതെ 21,000 വരുന്ന പ്രോഡക്ട്സ്, ഓൺലൈൻ കൂപ്പൺസ് കാര്യങ്ങളെല്ലാം നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. അതും കൂടാതെ അത് സെല്ല് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 1350 അപ് ടു ഇപ്പോൾ ഉള്ള ഓഫറാണ്, അതും ലഭിക്കും. അപ്പോൾ ഇത് ഒരു ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് ആണ്. ഈ പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. മുമ്പ് വൺ കോഡ് അറിഞ്ഞിരുന്ന, ഇപ്പോൾ സെഡ് പാർട്ട്ണർ ആപ്പ് എന്നറിയപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഈ ഒരു ഓഫർ തരുന്നത്. അപ്പോൾ ഞാനത് ഓൺലൈനിൽ കണ്ടു. ഞാൻ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്തു. അതിലെൻ്റെ KYC കാര്യങ്ങളെല്ലാം ചെയ്തു. ഞാൻ ഫസ്റ്റ് പർച്ചേസ് ചെയ്തത് എനിക്ക് വേണ്ടി തന്നെ മാഗ്നറ്റിൻ്റെ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡാണ്. അപ്പോൾ അതൊരു സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡാണ്. FD ഇട്ടതിന് ശേഷം ആ FDയെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ എനിക്ക് കിട്ടിയത് 390 ദിവസത്തേക്ക് 6.6% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു FD ഇടുക. ആ FDയെ നമ്മൾ ക്രെഡിറ്റ് കാർഡായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആ കാർഡിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. അപ്പോൾ കഴിഞ്ഞ 5-ാം തീയതി, ഈ 2024 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ ഓൺലൈനായിട്ട് ഞാൻ പേയ്മെൻറ്റ് ചെയ്തു. പേയ്മെൻറ്റ് ചെയ്തപ്പോൾ തന്നെ അക്കൗണ്ട് അപ്പോൾ തന്നെ ആക്റ്റീവായി, ഓൺലൈൻ ട്രാൻസാക്ഷൻ ആക്റ്റീവായി. അതിൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിൽ ഫിസിക്കലായിട്ട് കിട്ടിയത് യെസ്റ്റർഡേ 20-ാം തീയതിയാണ് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കയ്യിൽ കിട്ടിയത്. ആ കാർഡ് കയ്യിൽ കിട്ടി 21-ാം തീയതി. 21-ാം തീയതി ഞാനത് യൂസ് ചെയ്തു. ബോത്ത് ടാപ്പ് ആൻഡ് പേയും യൂസ് ചെയ്തു, അതേപോലെ തന്നെ കാർഡ് സ്വൈപ്പ് ചെയ്തും യൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അതിൻ്റെ തന്നെ ആപ്ലിക്കേഷനിൽ പ്രോപ്പറായിട്ട് അപ്ഡേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസിൻ്റെ കാർഡാണ് കിട്ടുന്നത്. അപ്പോൾ അതിൽ അപ് ടു 5 ലാക്ക് വരെയുള്ള കാർഡുകൾക്ക്, പുറത്തുനിന്നുള്ളത് കാർഡുകൾക്ക്, ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൊറീഷ്യസ് എന്ന് പറയുമ്പോൾ ഔട്ട്സൈഡ് കൺട്രിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ബാങ്കാണ്. അപ്പോൾ അതിൻ്റെ അപ് ടു 5 ലാക്ക് വരെയുള്ള ഡെപ്പോസിറ്റ്സ് എല്ലാം നമുക്ക് RBI റെഗുലേറ്ററായിട്ട് ഇൻഷുർഡ് ആയിട്ടുള്ള, അഷ്വേർഡ് ഇൻഷുറൻസ് ആയിട്ടുള്ളൊരു കാർഡാണത്. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ ഗുണം എന്താണെന്ന് ജസ്റ്റ് ഒന്നും കൂടെ ചുരുക്കി പറയാം. നമുക്ക് തീരെ സിബിൽ സ്കോർ ഇല്ല, ലോണും എടുക്കാറില്ല, അതേപോലെ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരാൾക്ക് അവരുടെ ഫണ്ട് തന്നെ, ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് തന്നെ ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ ഉദാഹരണം പറയാം. എനിക്കൊരു മാസത്തിൽ പെട്രോൾ അടിക്കാനും അതേപോലെ ഫുഡ് എക്സ്പെൻസസിനൊക്കെ ആയിട്ട് നിയർലി ഒരു 4000-5000 രൂപയുടെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഇപ്പം ഞാനും പുറത്തുനിന്ന് അധികം കഴിക്കുന്നതാണ്. അതേപോലെ ട്രാവലിംഗ് 24 കിലോമീറ്റർ എനിക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 4500-5000 രൂപ എനിക്ക് ചിലവ് വരും. ആ ചിലവ് ഞാൻ ഇപ്പോൾ ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ത്രൂ ചെയ്യുമ്പോൾ എനിക്ക് സാലറി കിട്ടുന്ന സമയത്ത്, ആ സാലറി കിട്ടുന്ന സമയത്ത് ഇതിലേക്ക് എനിക്ക് റീപേ ചെയ്താൽ മതി. ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സാലറി കിട്ടുന്നത് പലർക്കും പല ഡേറ്റിലായിരിക്കാം. ചിലർക്ക് 5-ാം തീയതി കിട്ടും, ചിലർക്ക് 10-ാം തീയതി കിട്ടും. അപ്പോൾ എനിക്ക് കിട്ടുന്നത് ആ ഡേറ്റ്, ഞാൻ ഒരു ഉദാഹരണം പോലെ പറയാം. സപ്പോസ് 5-ാം തീയതി ആണെന്ന് ഇരിക്കട്ടെ. എൻ്റെ കാർഡിൻ്റെ ഡേറ്റ് ഇപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്തിരിക്കുന്നത് 15-ാം തീയതിയാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓൺലൈൻ ഡ്യൂ എമൗണ്ട് വന്നപ്പോൾ ഒന്നും തന്നെ ഇല്ല, കാരണം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി രണ്ടാമത് എൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് അടുത്ത മാസം 15-ാം തീയതിയാണ്. ഒക്ടോബർ 15-ാം തീയതിയാണ് എൻ്റെ ബില്ല് ജനറേറ്റ് ചെയ്യുക. അപ്പോൾ ഈ സെപ്റ്റംബർ 15 മുതൽ ഒക്ടോബർ 15 വരെ ഞാൻ ചിലവാക്കുന്ന ഫണ്ട്, അതിൻ്റെ എല്ലാം ബില്ല്, ടോട്ടൽ എമൗണ്ട് എനിക്ക് വരുന്നത് അടുത്ത ഒക്ടോബർ 15-ന് എനിക്ക് ബില്ല് വരും. അതിനുശേഷം ഒരു 10-15 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ ഡ്യൂ എമൗണ്ട് കൃത്യമായിട്ട് തിരിച്ചടച്ചാൽ മതി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മളൊരു സാലറി ഡെയിലി ജോബിൽ നിൽക്കുമ്പോൾ നമുക്കിപ്പോൾ 2-ാം തീയതി അല്ലെങ്കിൽ 5-ാം തീയതി സാലറി കിട്ടി, അന്ന് തന്നെ നമ്മൾ ചിലവാക്കി വേണ്ട കാര്യങ്ങളെല്ലാം കടം മേടിച്ചതൊക്കെ കൊടുത്തു തീർത്തു. നമ്മുടെ കയ്യിൽ പിന്നൊന്നുമില്ല. പിന്നെ നമ്മൾ അടുത്തൊരു സിറ്റുവേഷൻസിലേക്ക് വരുമ്പോഴത്തേക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഫണ്ട് അറേഞ്ച് ചെയ്ത് വീണ്ടും ഈ ഒരു സർക്കിൾ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയാണ് വരിക. പിന്നെ ഇതിപ്പോൾ ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗവും കൂടി, മറ്റൊരു ഉപയോഗം എന്ന് വെച്ചാൽ, ഇപ്പോൾ ബില്ല് ജനറേറ്റ് ചെയ്തു. ക്രെഡിറ്റ് കാർഡ് ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ അത് ഉപയോഗിക്കുന്നവർക്കറിയാം, അതിലൊരു മിനിമം എമൗണ്ട് ഡ്യൂ കെട്ടുക എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്.
അപ്പോൾ നമ്മൾ ചെലവാക്കിയത് 4500 ആണെന്നിരിക്കട്ടെ. അപ്പോൾ അതില് ക്രെഡിറ്റ് കാർഡ് ആയതിന്റെ പേരിൽ 4500-ൽ നമുക്ക് മിനിമം ഒരു ഇത്ര എമൗണ്ട് കെട്ടിയാൽ മതിയെന്ന് ബാങ്ക് ഒരു ഓഫർ ഇട്ടിട്ടുണ്ടാവും. ആ മിനിമം എമൗണ്ട് ഡ്യൂ കെട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ബാക്കി നമ്മുടെ ലിമിറ്റ് 4500 നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 5000 ആണ് ഈ കാർഡിന്റെ ഫസ്റ്റ് ഡെപ്പോസിറ്റ് വരുന്നത്. അപ്പോൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ സപ്പോസ് ചിന്തിക്കുക മിനിമം എമൗണ്ട് ഡ്യൂ വന്നേക്കുന്നത് ഒരു 500 ആണ്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ഒരു ഉദാഹരണം പോലെ പറയുന്നതാണ്, ഒരു 2500 ആണ്. അപ്പം 2500 നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് 500 മിനിമം ഡ്യൂ അടച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ സാലറി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ആ സമയത്ത് ഒന്നും കിട്ടിയില്ല, അത്യാവശ്യം ഉണ്ടായില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഡ്യൂ എമൗണ്ട് മാത്രം അടക്കുക. അപ്പോൾ ഒരു 500 രൂപ അടച്ച് ഡ്യൂ എമൗണ്ട് അടച്ച് വരുമ്പോൾ അടുത്തതിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യപ്പെടും. അതിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ്. എന്നിരുന്നാലും ഇതൊരു ഐഡിയ പോലെ പറയാണ്. കാരണം നമുക്കൊരു മറിവിനെന്ന പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ പോകാത്ത രീതിയിൽ നമ്മുടെ ഫണ്ട് തന്നെ നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഫൈനാൻഷ്യലി ചെറിയൊരു ഇൻഡിപെൻഡൻസി അവിടെ ഫീൽ ചെയ്യും. അത് യൂസ് ചെയ്ത് വരുമ്പോഴാണ് അതിന്റെ ഒരു ഗുണം മനസ്സിലാവുക. ക്രെഡിറ്റ് കാർഡിന്റെ ഗുണങ്ങളിലെ ഏറ്റവും വലിയൊരു ഗുണമാണ് മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ ഇപ്പൊ നമുക്ക് കടയിൽ നിന്ന് സാധനം വാങ്ങണം, ഓൺലൈനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണം, അതേപോലെ നമ്മുടെ മൊബൈൽ റീചാർജ് ചെയ്യണം. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ത്രൂ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെയധികം ഗുണകരമായിട്ട് ഈവൻ സിബിൽ സ്കോർ കൂടുകയും ചെയ്യുന്നു. കാരണം നമ്മുടെ ഫണ്ടിൽ നിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ തിരിച്ചു വെക്കുന്നു. കടം എടുക്കുന്നതോടൊപ്പം അത് റീപേ ചെയ്യുമ്പോൾ നമുക്ക് സ്കോർ ഗ്രാജുവലി ഇൻക്രീസ് ചെയ്താണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എനിക്ക് വേണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് 5000 രൂപ ഞാൻ മുടക്കിയപ്പോൾ എനിക്ക് 4500 രൂപന്റെ ക്യാഷ് ആയിട്ട് തന്നെ എനിക്ക് ഉപയോഗിക്കാൻ കിട്ടി. അതുകൂടാതെ 945 രൂപ എനിക്ക് കമ്പനി എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നു. അതുകൂടാതെ ഇനി എനിക്ക് 21000 രൂപയുടെ OTT പ്ലേയിൽ എനിക്ക് രജിസ്ട്രേഷൻ കിട്ടി. അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമിൽ 21000 രൂപയുടെ ഒരു ഓഫേഴ്സ് ഉണ്ട്. അത് അൺലോക്ക് ചെയ്ത് കിടക്കുകയാണ്. ഞാനത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കണം. കാരണം അത് പേടിഎമ്മിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓഫേഴ്സ് ആണ്. അപ്പോൾ അത് അപ് ടു വെർത്ത് ആണ് ട്ടോ അത്രയധികം ഓഫേഴ്സ് ഉള്ളത്. വേണ്ടവർക്ക് യൂസ് ചെയ്യാം, അല്ലാത്തവർക്ക് അതങ്ങനെ തന്നെ അത് ലാപ്സ് ആയിട്ട് കിടക്കും. പിന്നെ അത് കൂടാതെ നമുക്ക് വരുന്നതാണ് ഈ കാർഡ് നമുക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും കൂടിയുണ്ട്. ഇപ്പൊ ഞാൻ 12000 രൂപ 13000 രൂപ സാലറി ഉള്ള എനിക്ക് ഈ കാർഡ് എടുത്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ഡെയിലി സ്പെൻഡ് ചെയ്യാനായിട്ട് ക്യാഷ് ഇപ്പൊ എൻ്റെ ഇത്താത്തന്റെ അടുത്തുനിന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഫാദറിന്റെ അടുത്തുനിന്നോ കൂട്ടുകാരുടെ അടുത്തുനിന്നോ മേടിക്കേണ്ട ആവശ്യകത ഇപ്പോൾ വരുന്നില്ല. ഇപ്പൊ ഞാൻ ഭക്ഷണം കഴിക്കുന്നതും പെട്രോൾ അടിക്കുന്നതും ഒരു മാസം എനിക്കിനി എന്തിനു പറയുന്നു നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും അഡ്വാൻസ് വാങ്ങണ്ട. അപ്പോൾ ഈ കാർഡ് യൂസ് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫണ്ട് തന്നെ ഞാൻ ക്രെഡിറ്റ് കാർഡ് പോലെ യൂസ് ചെയ്യുന്നു. കൃത്യമായി എടുക്കുന്നു, തിരിച്ചടക്കുന്നു. ഇനി ഇൻ കേസ് എന്തെങ്കിലും സന്ദർഭത്തിൽ എനിക്ക് ഞാൻ ചെലവാക്കിയ ബിൽ എമൗണ്ട് 4500 ആണ് എൻ്റെ ലിമിറ്റ്. ഈ 4500-ൽ 4500-ഉം എനിക്ക് തിരിച്ചടക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് വരുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മിനിമം എമൗണ്ട് ഡ്യൂ അടച്ച ആ മാസം ഒന്ന് തള്ളി നീക്കാം. ഇനി മിനിമം എമൗണ്ട് ഡ്യൂവും അടച്ച് പോട്ടെ, എനിക്കത് 2 മാസം ടൈറ്റ് സിറ്റുവേഷൻ ആയിപ്പോയി, അത് അടക്കാനും ഒന്നും സാധിച്ചില്ലെങ്കിൽ പോലും ഇത് FD ബാക്ക്ഡ് കാർഡാണ്. അപ്പോൾ അത് ഓട്ടോ സെറ്റിൽ ചെയ്യണ സമയത്ത് നമ്മുടെ FD ആയിട്ട് ക്രോസ് ആയി വന്നു കഴിയുമ്പോൾ കറക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു ഫണ്ടിൽ അത് ഓട്ടോ സെറ്റിൽഡ് ആയിട്ട് പോയിക്കോളും. നമുക്ക് വേറെ വിഷയങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. കാരണം നമ്മുടെ ഫണ്ട് ഇട്ട് തന്നെയാണ് നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഗുണങ്ങൾ ഈ കാർഡിന്റെ കിട്ടുന്നുണ്ട്. ഇനി സെല്ലിങ്ങിന്റെ ഗുണം, അത് ഈ ഒരു FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ് ഞാൻ യൂസ് ചെയ്തു. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്തിരുന്ന ഒരു പെട്രോൾ ബങ്കിലാണ് ഫസ്റ്റ് കുറച്ച് ദിവസം മുന്നേ. അപ്പോൾ ആ പെട്രോൾ ബങ്കിൽ യൂസ് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് എക്സ്പെൻസസ് കാര്യങ്ങൾ വരുന്നുണ്ട്. പുറത്ത് പോയി ഭക്ഷണം കഴിക്കണം, വീട്ടിൽ വരണം, പെട്രോൾ അടിച്ച് പോകണം. അപ്പം ഇങ്ങനെയുള്ള എക്സ്പെൻസസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അഡ്വാൻസ് മേടിക്കേണ്ടതായിട്ട് വരും. അഡ്വാൻസ് മേടിച്ച് ലാസ്റ്റ് സാലറി വരുമ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ഒഴിവാക്കാനായിട്ട് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഇപ്പൊ എനിക്ക് അഡ്വാൻസ് വാങ്ങേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ 10 ദിവസമായിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ കാർഡ് ഉണ്ട്. ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്ത് ഞാൻ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ കാർഡും വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ കാർഡ് ഉപയോഗിച്ചിട്ടാണ് ഹോട്ടലും അതേപോലെ പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കിനി 5-ാം തീയതി സാലറി വന്നാൽ തന്നെ ആ സമയത്ത് എനിക്ക് അപ്ഡേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 15-ാം തീയതി എനിക്ക് ബില്ല് വരുള്ളൂ. അപ്പം നോക്കിയതിന് ശേഷം ഇനി മിനിമം ഡ്യൂ എമൗണ്ട് അടക്കണോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് അടക്കണോ എന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പൊ ഒക്ടോബർ 15-ാം തീയതി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് അതിന്റെ ബില്ല് അടക്കേണ്ടി വരിക നവംബർ 1-ാം തീയതി. ആ ടൈമിലേക്കാണ് എനിക്ക്
ആ ഫുൾ എമൗണ്ട് ഡ്യൂ എമൗണ്ട് സെറ്റിൽ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരിക. അപ്പോൾ ഇത്രയധികം ഒരു 45 ഡേയ്സ് ആണ് എനിക്ക് ഒരു കാലാവധി, കടത്തിൻ്റെതായ രീതിയിൽ ഒരു കാലാവധി ലഭിക്കുന്നത്. അപ്പോൾ സ്വന്തമായിട്ട് നമ്മുടെ ഫണ്ട് നമ്മളിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര എത്ര ഗുണങ്ങളാണ്. ആരോടും ചോദിക്കേണ്ട, സാലറി അഡ്വാൻസ് വാങ്ങണ്ട, സാലറി കൃത്യമായിട്ട് കിട്ടും, കൃത്യമായിട്ട് ഇത് ചെയ്യാം. പിന്നെ ഈവൻ നമ്മുടെ എന്തെങ്കിലും ചെറുകടിയോ കാര്യങ്ങളൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതില് കാർഡ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എല്ലാം ഓക്കെ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോണിൽ ഓൺലൈൻ ട്രാൻസാക്ഷൻ മാത്രമാണ് നമുക്ക് ഫോണിൽ ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ട് കാർഡ് നോക്കിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു പ്രശ്നമില്ല. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത ഷോപ്പുണ്ട്. ഞാൻ വർക്ക് ചെയ്തിരുന്ന അലീക്കാട് SP പമ്പിന്റെ തൊട്ടടുത്തൊരു അലീക്കാട് കടയുണ്ട്. ആ കടയിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ QR ഒരു ടാപ്പ് ആൻഡ് പേ CC എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് കാർഡ് ത്രൂ ടാപ്പ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എൻ്റെ ക്രെഡിറ്റ് കാർഡിൽ ആ ഓപ്ഷൻ ഉണ്ട്. ടാപ്പ് ചെയ്ത് ക്രെഡിറ്റ് കാർഡ് ത്രൂ സെല്ല് ചെയ്യാനായിട്ട്. അപ്പോൾ അത് ടാപ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പേയ്മെന്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെയാണ് കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആ QRന്റെ ഇതിൽ വിളിച്ച് പറയുന്നതിലൊക്കെ ഇത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ക്രെഡിറ്റ് കാർഡ് ത്രൂ ചെയ്യാന്നൊക്കെ ഉള്ളത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരുപാട് ഗുണങ്ങളുണ്ട് കാർഡിന്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റാണ് ഇപ്പോൾ ഞാൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ആവശ്യമുള്ളവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 7736270267 9388668571. അപ്പോൾ ഇതിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ എടുക്കാന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഇത് എടുക്കുമ്പോൾ നമ്മൾക്ക് ഗൂഗിൾ പേ വേണം. അതേപോലെ നമ്മുടെ കയ്യിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബാങ്ക് ആധാറിൽ നമ്മുടെ ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കണം. അതേപോലെ ബാങ്കിൽ ലിങ്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഫോൺ നമ്പർ ആയിരിക്കണം. പിന്നെ ഒരു വീഡിയോ KYC വരുന്നുണ്ട്. അത് ബാങ്കിൽ നിന്നുള്ള ഒരു വീഡിയോ KYC ആണ്. ആ സമയത്ത് നമ്മൾ കയ്യിലൊരു നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ കയ്യിൽ വെക്കണം. ആധാർ കാർഡും പാൻ കാർഡും നമ്മുടെ കയ്യിൽ വെക്കണം. അതേപോലെ തന്നെ ഒരു ഡിജിറ്റൽ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ ആ സൈൻ ചെയ്യാനായിട്ട് നമ്മളൊരു പേനയും പേപ്പറും കയ്യിൽ വെക്കണം. ഇത്രയാണ് നമുക്കൊരു പ്രൊസീജിയർ വരുന്നത്. ആ പ്രൊസീജിയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ മെയിൽ ID കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ വരും. അപ്പോൾ വൺസ് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ട് ഓൺ എടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു 945 റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു 2 ആഴ്ചക്കുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ വരും. അതിനുശേഷം ഇനി നമ്മൾ സെല്ല് ചെയ്യണം, ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1350, ഒരു 1250 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ആർക്കെല്ലാം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു അവർ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ പരമാവധി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പോൾ ഇനി അടുത്ത ഇതുപോലെ കുറച്ച് പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ സെല്ല് ചെയ്യുന്നത്, സർവീസ് കൊടുക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തൊക്കെയാണ് ഇതിൻ്റെ ഫോൾട്ട്, ബ്ലാക്ക് കമൻറ്റ്സ് എന്തുവാട്ടെ. അപ്പോൾ അത് എനിക്കൊന്ന് അറിയാനും എന്തെങ്കിലും ഇപ്പം ഞാൻ കൊടുക്കുന്ന സർവീസ് ഇത് മാത്രമല്ല, വെഹിക്കിൾ ഇൻഷുറൻസ്, ജനറൽ ലൈഫ്, പേഴ്സണൽ ലോൺ, അതേപോലെ ഹോം ലോൺ കൊടുക്കുന്നുണ്ട്, യൂസ്ഡ് കാർ ലോൺ കൊടുക്കുന്നുണ്ട്, റീപർച്ചേസ്, അതേപോലെ കാറിന് തന്നെ കൊളാറ്ററലായിട്ട് ലോൺ, അങ്ങനെ ഒട്ടനവധി പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രോഡക്റ്റാണ് ഈ FD ബാക്ക്ഡ് ക്രെഡിറ്റ് കാർഡ്. 12,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ സാലറി വാങ്ങുന്ന ഒരാൾക്ക് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡാണ്. ആ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അലലില്ലാതെ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഒരു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ബാങ്കിൻ്റെ ആരുടെ വിളിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വരില്ല. കാർഡ് നമ്മൾ തന്നെ എടുക്കുന്നു, കാർഡ് നമ്മൾ തന്നെ മാനേജ് ചെയ്യുന്നു. നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നമുക്ക് നടത്താനും സാധിക്കുന്നു. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കാണാം.